السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, തിർമിദി ഉദ്ധരിക്കുന്ന ഒരു സ്വഹീയായ ഒരു ഹദീസിലുണ്ട്. അതിലെന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനോട് ആപത്തിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളതാണ്. അതായത് അള്ളാഹു ആപത്തിൽ നിന്ന് അള്ളാഹുവെ നീ നമ്മളെപ്പോഴും കാത്തു രക്ഷിക്കണേ എന്നുള്ള തേട്ടം അധികമാക്കുന്ന അടിമകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ഇഷ്ടം. സഹോദരന്മാരെ, ഇത് എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ തീർച്ചയായിട്ടും പ്രതീക്ഷ വേണം. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിലുമുപരി എന്താണ് നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് വെച്ചാൽ, ഒരുപാട് ഭയപ്പാടോടെ ജീവിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമോ, അള്ളാഹു എൻ്റെ നോട്ടം, എൻ്റെ സംസാരം, എൻ്റെ വാക്ക്, ഞാൻ കേട്ടത്, ഞാൻ നടന്നത്, എൻ്റെ വിരൽ ചലിച്ചത്, അള്ളാഹുവെ നീ ഇത് കാണുന്നുണ്ടല്ലോ, നീ എന്നെ ശിക്ഷിച്ചേക്കോ. എൻ്റെ ഹൃദയത്തിലെ ചിന്ത, കാപട്യം, കുഫർ, ലോകമാന്യത, കിബർ, ഇതൊക്കെ നമ്മൾ ഭയപ്പാടോടെ ജീവിക്കുക എന്നുള്ളതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ഇഷ്ടം. ഈ തെറ്റുകുറ്റങ്ങൾ കാരണം അള്ളാഹു എന്നെ ശിക്ഷിച്ചേക്കോ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഒരുപാട് തഹജ്ജുദില് കാലിൽ നീര് വന്ന് പൊട്ടിക്കരിഞ്ഞ വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ. ഒരു തെറ്റും പോലും ചെയ്യാത്ത വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്ത വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ. സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുത്ത 10ഓളം സഹാബാക്കളുണ്ട്. അവരൊക്കെ ജീവിതം മുഴുവനും ഭയപ്പാടോടെ പൊട്ടിക്കരിഞ്ഞിട്ടാണ് അവരൊക്കെ ജീവിതം ജീവിച്ചു തീർത്തത്. അപ്പോൾ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരേണ്ട, ജീവിതം മുഴുവനും നമ്മൾ അള്ളാഹുവിന് ഒരുപാട് ഭയപ്പാടോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന്റെ സമയത്ത് അള്ളാഹു ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും ഇട്ടുതരും. സഹോദരന്മാരെ, നമ്മളൊക്കെ നേരെ മറിച്ചാണ് നമ്മുടെ പലരുടെ ജീവിതത്തിൽ മുഴുവനും പ്രതീക്ഷ. തെറ്റ് ചെയ്തിട്ടും പ്രതീക്ഷ, നിസ്കരിക്കാതെയും പ്രതീക്ഷ. അങ്ങനെ ജീവിച്ചു പോയാൽ മരണം പറയുന്നൊരു ദുരന്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയൊരു കാറ്റ് വീശുമ്പോഴത്തേക്കന്നെ ഭയപ്പെട്ടു. ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണോ? ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭയപ്പെടുന്നത്. അള്ളാഹു ഇത് വലിയൊരു ശിക്ഷയാണോ? ഓടിപ്പോയി അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അബൂജഹൽ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ സഹോദരന്മാരെ? നമ്മളൊക്കെ വലിയ പ്രളയം കയറിയാലും പോലും നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ. ഒരു കൊടുങ്കാറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ പോലും നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു പോയിട്ടുണ്ട്, വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര പരീക്ഷണം നമ്മൾ മുന്നിൽ കണ്ടിട്ട് പോലും നമ്മളിൽ ഒരു മാറ്റം, ഒരു കുലുക്കമില്ല. സഹോദരന്മാരെ, യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന അടിമകൾ, വിശ്വാസികൾ എങ്ങനെയെന്ന് വെച്ചാല് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോവോ, എൻ്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവോ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അള്ളാഹു എൻ്റെ അന്ത്യം എങ്ങനെയാവൂ, നന്നാക്കി തരണേ. അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുസ്നുൽ ഖാത്തിം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും സഹോദരന്മാർ. എപ്പോഴും ഏറ്റവും നല്ല വിശ്വാസികൾ എങ്ങനെയാ വെച്ചാൽ എപ്പോഴും ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യമുള്ളപ്പോൾ തന്നെ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. രോഗം വരുമല്ല. ഈമാൻ ഉള്ളപ്പോൾ തന്നെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയപ്പാടോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ രോഗിയായി കഴിഞ്ഞാൽ ഒന്ന് ശിഫയാക്കി കൊടുക്കണേ, ആഫിയത്തിട്ട് കൊടുക്കണേ. അങ്ങനെയല്ല സഹോദരന്മാർ യഥാർത്ഥ വിശ്വാസികളുടെ നിലപാട്. ഇപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹു ആരോഗ്യം ഇട്ട് തന്ന അള്ളാഹു ആഫിയത്ത് എടുത്തു കളയരുതേ, നഷ്ടപ്പെടുത്തരുതേ. എന്തുകൊണ്ടാ? ആഫിയത്ത് നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇബാദത്തുകൾ കുറയും.
അതിനോടുള്ള ആത്മാർത്ഥത കുറയും, ഖുർആൻ വായന കുറയും, സുജൂദ് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ നമ്മുടെ ഈ ആഫിയത്ത് കുറയുമ്പോൾ നമ്മുടെ ഈമാൻ തന്നെ കുറഞ്ഞു വരും. ഭയപ്പാടുണ്ട് പോരാ, എപ്പോഴും ഭയപ്പെടണം. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയേക്കോ എൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവേ, ഇന്ന് രാവിലെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങോ? ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കാരണം എൻ്റെ എന്തെങ്കിലും ചെറിയൊരു പ്രവർത്തനം, വാക്ക്, നോട്ടം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവുമോ? അങ്ങനെ എപ്പോഴും ഭയപ്പാടോടെ അള്ളാഹുൽ ശരണം തേടണം സഹോദരന്മാരെ. അതിനു വേണ്ടിയിട്ട് അള്ളാഹു എപ്പോഴും ഫലക്കുന്നാസും ഇഖ്ലാസും ഫലക്കുന്നാസും എല്ലാ വക്കത്തും നമസ്കാരത്തിന് ശേഷം രാവിലെ വൈകുന്നേരത്തെ അദ്കാറുകൾ, ഉറങ്ങാൻ പോകുമ്പോൾ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, എല്ലാ സൃഷ്ടിച്ച എല്ലാറ്റിന്റെ ഷർ തൊട്ട്, ഔദു ബിക മിൻ ഫിത്നത്തിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യായ വൽ ഫിത്നത്തിൽ മസീഹദ് ദജ്ജാൽ, എല്ലാറ്റിൽ നിന്നും എന്തിനു വേണ്ടി നമ്മൾ ഓരോ വക്കത്തിനും നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, ദുനിയാവിന്റെ ഫിത്ന, മരണത്തിന്റെ ഫിത്ന, ഖബറിലെ ഫിത്ന, മസീഹദ് ദജ്ജാലിന്റെ ഫിത്ന, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം സഹോദരന്മാരെ. അങ്ങനെ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി വരുമോ എന്നുള്ള ഭയപ്പാടോട് നമ്മൾ എപ്പോഴും അള്ളാഹു ശരണം തേടുന്ന അടിമകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ താല്പര്യം. നമ്മളിങ്ങനെ ഒരുപാട് എന്തൊക്കെയോ സാമൂഹ്യ സേവനം, ഒരുപാട് സൽക്കർമ്മം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നത്, തീർച്ചയായിട്ടും അതൊക്കെ അള്ളാഹുവിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. മറിച്ച് അതിനെക്കാട്ടി കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹിന്റെ ശിക്ഷ, അതിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളതാ സഹോദരന്മാരെ. നമ്മൾ ആരും തന്നെ അങ്ങനെ ഭയപ്പെടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല്, ഇന്ന് നമ്മളെ ഓരോരുത്തരും അവനവന്റെ കുടുംബത്തിലേക്ക് നോക്കുക. ഓരോ കുടുംബത്തിലും അള്ളാഹിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന നല്ലൊരു വിശ്വാസി ഉണ്ടാകും. തഹജ്ജുദ് നമസ്കരിക്കുന്ന, 5 കൃത്യമായി ജമാഅത്തിന് പോകുന്ന, പലിശയിൽ നിന്ന് വിട്ടുനിന്ന് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്ത് അള്ളാഹിനെ ഭയപ്പെടുന്ന നല്ലൊരു വിശ്വാസി ഉണ്ടാവും. ഹിദായത്ത് കിട്ടിയ ഒരു വിശ്വാസി. ഈ ഹിദായത്ത് കിട്ടിയ വിശ്വാസി എപ്പോഴും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസങ്ങൾ ജീവിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇതേ ഹിദായത്ത് കിട്ടിയ ഒരു വ്യക്തിന്റെ കുടുംബത്തിലേക്ക് ആരെങ്കിലൊക്കെ ഹിദായത്ത് അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ടാവും, ഹിദായത്ത് മുഴുവനും നഷ്ടപ്പെട്ടവർ. ഇത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അപ്പം ഇതെന്തിനാ അള്ളാഹു വെച്ചിരിക്കുന്ന വെച്ചാല്, ഈ ഹിദായത്ത് കിട്ടിയ വ്യക്തിനെ നാളെ മുൻനിർത്തി വേണം അള്ളാഹുവിന് നാളെ സാക്ഷിയായിട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലില്ല. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നടുവിലില്ല, ഖുർആൻ ആരും തുറന്നു നോക്കുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ മനുഷ്യനെ നരകത്തിലിടാൻ ഒരു സാക്ഷിയായിട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിൽ ഉറപ്പാണ്. നിങ്ങൾ കണ്ണോടിച്ച് നോക്കിയാൽ ഉണ്ടാകും. പിന്നെ നിങ്ങൾ കണ്ണ് പൂട്ടി ഇരുട്ടാക്കലാണ് പൊതുവെ പതിവ്. ഇപ്പോ പലപ്പോഴും നിസ്കരിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ടാവും. ഇവർക്കൊരു ഭയമില്ല, അവര് ഭയപ്പാടേ ഇല്ല. അവര് വിചാരിക്കുന്നു ഇത്രയും കാലം നിസ്കരിക്കാതെ എന്തീ സംഭവിച്ചോ. അപ്പൊ 80 വയസ്സ് വരെ നിസ്കരിക്കാതെ സുഖമായി ജീവിക്കുന്നവരുണ്ട്. അവര് വിശ്വസിക്കുക അവർ അള്ളാന്റെ ഒരു ശിക്ഷ ഇറങ്ങാൻ പോകുന്നില്ല, അവർക്ക് ഇതുവരെ ശിക്ഷ ഇറങ്ങിയിട്ടില്ലല്ലോ, അപ്പൊ ഇനിയും ശിക്ഷ ഇറങ്ങൂല എന്ന് ഹിദായത്ത് നഷ്ടപ്പെട്ടവർ ചിന്തിക്കുന്നു. ഒരുപാട് പേര് പലിശ തിന്ന് ജീവിതം 70, 80, 90 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. അവരെന്താ വിചാരിക്കുന്നത്, ഇതുവരെ അള്ളാഹുവിന്റെ ശിക്ഷ എന്റെ മേൽ ഇറങ്ങിയിട്ടില്ല, അപ്പൊ പിന്നെ ഇനിയും ഇറങ്ങില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എനിക്കറിയാം സഹോദരന്മാർ, ഒരുപാട് സിഗരറ്റും കള്ളും കുടിച്ചിട്ടൊക്കെ 90 വയസ്സ് വരെ എത്തിയ അവരെന്താ വിചാരിക്കുന്നത്, ഇന്നേ വരെ അള്ളാഹുവിന്റെ ശിക്ഷ എന്നിൽ മേത്ത് ഇറങ്ങിയിട്ടില്ല, എനിക്ക് ഒരുപാട് നന്മകളുണ്ട്, അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച്, അതുകൊണ്ട് എനിക്കൊന്നും ഒരു ശിക്ഷയില്ല. അപ്പൊ അവര് ഹിദായത്ത് നഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ ഹിദായത്ത് ഇല്ലാതെ മരിച്ചു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ജീവിതത്തിൽ ഏറ്റവും വലിയ കടുത്ത പരീക്ഷണം ഒരു ഹിദായത്ത് കിട്ടിയ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാല്, തൊട്ടടുത്ത കുടുംബത്തിലെ ഹിദായത്ത് നഷ്ടപ്പെട്ടവരെ കാണുമ്പോഴാണ് ഏറ്റവും വലിയ പരീക്ഷണം. അള്ളാഹു ഏറ്റവും വലിയ പരീക്ഷണം അതാ സഹോദരന്മാരെ. നിങ്ങൾക്ക് ഓരോരോ ചരിത്രം ഒന്ന് വായിച്ചു വെക്കാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലായിരുന്നു ഹിദായത്ത് നഷ്ടപ്പെട്ട ബാപ്പ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ പലരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ കാപ്പട്യം നമ്മളെപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാപ്പട്യത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ബാപ്പ നമസ്കാരേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നമസ്കാരമേ ഇല്ല, ചിലപ്പോൾ പലിശ തിന്നുണ്ടാവും. ഇതൊക്കെ ഒരു മകനായ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കറിയാം, കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാം ഇതൊക്കെ തിന്മയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാറില്ല.
ഒന്നും മിണ്ടാറില്ല സഹോദരന്മാർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ അതിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. അത് സംസാരിച്ചാൽ ഇനി ബാപ്പ എന്ത് വിചാരിക്കും? ബാപ്പക്ക് എന്നോട് ദേഷ്യമാവില്ലേ, വെറുപ്പാവില്ലേ ബാപ്പക്ക്? ബാപ്പന്റെ ചീത്ത കിട്ടണ്ടേ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. നമ്മൾ യഥാർത്ഥത്തിൽ കപടനാണ് ആവുന്നത്. നമ്മൾ നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മളെ ബാപ്പന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കളിയാക്കി നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്കൊരു കാര്യം സാധിച്ചെന്നില്ല, നമുക്ക് നമ്മൾ വിചാരിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബാപ്പനെ തെറി പറയുന്നുണ്ടാകും, ചീത്ത പറയുന്നുണ്ടാകും, ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങാൻ തയ്യാറാണ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട്. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, അള്ളാഹുവിനെ പുച്ഛിക്കുമ്പോൾ, നിസ്കരിക്കാതെ അള്ളാഹുവിനെ പുച്ഛിക്കുമ്പോൾ, പലിശ വാങ്ങിയിട്ട് അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ബാപ്പമാർ, ഈ ബാപ്പന്റെ എതിരെ ഞാനും നിങ്ങളും സംസാരിക്കുന്നുണ്ടോ? മാന്യമായെങ്കിലും സംസാരിക്കുന്നുണ്ടോ സഹോദരന്മാരെ? നമ്മൾ അതൊക്കെ കണ്ടിട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളല്ല ഏറ്റവും വലിയ കപടൻ. ആലോചിക്കുക സഹോദരൻ, ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലുള്ള കാപ്പട്ടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളത് പൊരുത്തപ്പെട്ടിട്ട് ഇങ്ങനെ ബാപ്പയല്ലേ 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 പറഞ്ഞ് ജീവിച്ചു പോവുക. നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര പേർക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ശാപവാക്കുകൾ കേട്ടിട്ടുണ്ടാകും? അള്ളാഹുവിനെ പറ്റി ക്ഷണിച്ചിട്ട് എത്ര പേർക്ക്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ ഉണ്ടായിരിക്കെ തന്നെ ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലേ സഹോദരന്മാരെ, ബാപ്പ ഈ വിഗ്രഹത്തെ ആരാധിക്കരുത്, ബാപ്പ കേൾക്കുകയില്ല, ഒന്നും കാണുകയും ചെയ്യില്ല, ഒന്നും സഹായിക്കാൻ പറ്റാത്ത വിഗ്രഹത്തെ ആരാധിക്കരുത്, ആരാധിക്കരുത്, ആരാധിക്കരുത്. ഇത് കേട്ട് 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 ബാപ്പക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഇറങ്ങി പോയിക്കോ മോനെ, നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞത്. ഞാൻ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് ബാപ്പന്റെ വാക്കാണ് എടുത്തുദ്ധരിക്കുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി പോവാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ? ആലോചിക്കുക സഹോദരന്മാരെ, നിരന്തരമായിട്ട് ക്ഷണിച്ചു. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തുപോയി. ഒന്നും ഭയമുണ്ടായിരുന്നു? ഒന്നുമില്ല. മറിച്ച് നമ്മളിലൊക്കെ കാപട്യം നിമിത്തം ഇനി ബാപ്പയല്ലേ, അത് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നമ്മൾ അതിൽ പൊരുത്തപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക ചെയ്യുന്നത്. നമ്മൾ എത്ര പേര് നിസ്കരിക്കാത്ത ബാപ്പക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ട ഗതികേട് വരുന്ന ചിന്തിക്കി സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കണം. നമ്മള് നിസ്കരിക്കാത്ത ബാപ്പ മനുഷ്യന് യഥാർത്ഥത്തിൽ കുഫറിലകപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾക്ക് അവരുടെ അനന്തരാവകാശ സ്വത്ത് നമ്മൾക്ക് കൈവശമാക്കാൻ പറ്റുമോ എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇതൊന്നും നമ്മൾ ചിന്തിക്കൂലല്ലോ. നമ്മൾക്ക് നിങ്ങൾ പണ്ഡിതന്മാരെ വിഷയം എടുത്ത് നോക്കുക. അവർ ചർച്ച കൈ നെഞ്ചത്ത് വെക്കണോ, കൈ പൊക്കിളിൽ വെക്കണോ, അത് വലിയ വിഷയമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വലിയ വിഷയം തന്നെയാണ്. തശ്ഹുദിൽ കൈ വിരൽ എങ്ങനെ ആട്ടണം, മോളോട്ടും താഴോട്ടാണോ അല്ലെ വട്ടത്തിലാണോ, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നമസ്കരിക്കാത്ത വ്യക്തികളുടെ ഹുക്കുമുകൾ ആര് പറയുന്നുണ്ടോ സഹോദരന്മാരെ? പറഞ്ഞാ കുടുങ്ങിപ്പോവും. നമ്മളും ഞാനും നിങ്ങളും ഈ സമൂഹം മൊത്തം പണ്ഡിതന്മാരുൾപ്പെടെ എല്ലാവരും സഹോദരന്മാരെ തനി കപടന്മാരാ. നമ്മൾ ഇങ്ങനത്തെ വിഷയമൊന്നും സംസാരിക്കില്ല. നമസ്കരിക്കാത്ത വ്യക്തികളുടെ ഹുക്കുമ്, അവരുടെ സ്വന്തം ഖബർ സ്ഥലത്ത് അവിടെ പോയിട്ട് കുഴിച്ചു മൂടണോ, അവർക്ക് മയ്യത്ത് നിസ്കരിക്കണോ, അവരുടെ അനന്തരാവകാശ സ്വത്ത് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിലിങ്ങനെ പൊരുത്തപ്പെട്ട് നമ്മളും തൃപ്തിപ്പെട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. നല്ലോണം ചിന്തിക്കുക. ഇനി യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഹിദായത്തുള്ള ഭർത്താവിന് ഹിദായത്ത് ഇല്ലാത്ത ഭാര്യയെ ഇല്ലാതെ. ഇപ്പം നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ ഹിദായത്തിൽ ഉണ്ടായിരുന്നില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ യഥാർത്ഥത്തിൽ ഭർത്താവായ ഫിർഔന് ഹിദായത്തില്ല. പക്ഷെ എന്നിട്ട് ആസിയ ബീവി പ്രാർത്ഥിച്ചു. നമ്മുടെ അവസ്ഥ എന്താ സഹോദരന്മാരെ? നമ്മുടെ ഭാര്യ ഹിജാബ് ധരിച്ചില്ലെങ്കിലും നിസ്കരിച്ചിട്ടും പോലും നമ്മൾ പൊരുത്തപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. അതിലിങ്ങനെ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിച്ചു പോകാറില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരുപാട് പേര്, എത്ര പേര് ധൈര്യത്തിൽ ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നതാണ്, ഞാൻ ഡൈവോഴ്സ് ചെയ്യും. അത് ആ ബന്ധം നമ്മൾക്ക് വേർപിരിയാലോ സഹോദരന്മാരെ. മാതാപിതാക്കളോടുള്ള ബന്ധം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്ക് അങ്ങനെ വേർപിരിയാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഹിദായത്തില്ലാത്ത മാതാപിതാക്കളും ഹിദായത്തുള്ള മക്കൾ വീട്ടിലെ മക്കൾക്ക് വലിയ പരീക്ഷണ. എന്തുകൊണ്ടാ? ഒരു ഭാഗത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ ബന്ധം നിലനിർത്തണം. ഈ രണ്ടിന്റെ ഇടയിൽ ഈ വീർപ്പ് മുട്ടിയിരിക്കും മക്കള്. വലിയ ബുദ്ധിമുട്ടാ സഹോദരന്മാരെ. പക്ഷെ മാതാപിതാക്കളുടെ ബന്ധം നമുക്ക് അങ്ങനെ വിച്ഛേദിക്കാൻ പറ്റും. ശരി, ബാപ്പ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമാണ്, ഇറങ്ങിപ്പോകാം. പക്ഷെ അതല്ലാതെ നമുക്ക് ഒരിക്കലും അവരുടെ ബന്ധങ്ങൾ വേർപിരിക്കാൻ പറ്റില്ല. അള്ളാന്റെ ശാപകോപം ഉണ്ടാവും എന്നുള്ള ഭയമുണ്ട്. അതേ അവസരത്തിൽ അള്ളാഹിനെ പറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ മുനാഫിക്കാവും. പിന്നെ ഭാര്യ ഭർത്താവ് അങ്ങനെയല്ലല്ലോ സഹോദരന്മാരെ. ഭർത്താവിന് ഭാര്യ വേണ്ട, ശരി, ഡൈവോഴ്സ് ചെയ്തേക്ക് വേണ്ട. എത്ര ഭർത്താക്കന്മാർ അങ്ങനെ തയ്യാറാണ് സഹോദരന്മാരെ? ഇനി നേരെ മറിച്ചോ, മിക്കവാറും അത് എളുപ്പത്തിൽ സംഭവിക്കും. ഭർത്താവ് നല്ല ദീനിയാണ്,
ഭാര്യനെ ഭർത്താവിന്റെ വഴിയിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാം. കൃത്യമായി ഹിജാബ് ധരിപ്പിക്കാം, നിസ്കാര ശീലമാക്കാം, ഖുറാനോടുള്ള അടുപ്പുണ്ടാക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. നേരെ മറിച്ചോ, എത്ര ഭാര്യമാരുണ്ട് അല്ലാഹുവേ നിസ്കരിക്കാത്ത ഭർത്താക്കന്മാരെ കൂടെ കിടന്ന് ഉറങ്ങുന്ന സഹോദരന്മാരെ ചിന്തിച്ചോക്ക്. ഇതേ ഭർത്താവ് ചിലപ്പോൾ കള്ളുകുടിയനായിട്ട് ബുദ്ധിമുട്ടിച്ചാൽ, കഞ്ചാവ് അടിച്ച് ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ ഡൈവോഴ്സ് ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഹൃദയത്തിന്റെ നിലപാടുകൾ ചിന്തിക്കുക സഹോദരന്മാരെ. ഭർത്താവ് കള്ള് കുടിച്ച അടി പ്രശ്നങ്ങൾ, വഴക്കും, നാട്ടിലൊക്കെ പ്രശ്നം, കഞ്ചാവടിയും എല്ലാം ആണെങ്കിൽ, വ്യഭിചാരിണിയൊക്കെ ആണെങ്കിൽ, ആ ഭർത്താവിനെ എല്ലാവരും ഡൈവോഴ്സ് ചെയ്യും. എളുപ്പത്തിൽ നമ്മുടെ സ്ത്രീകൾ ഡൈവോഴ്സ് ചെയ്യും. ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എത്ര സ്ത്രീകളുണ്ട് സഹോദരന്മാരെ ഭർത്താവ് നിസ്കരിക്കാതെ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്, ഭർത്താവ് പലിശ തിന്നുന്ന് എന്നിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്റെ നഫ്സാണ് വലുത്, അള്ളാഹുവിനെ പുച്ഛമാണ്. നമ്മുടെ കാപ്പട്ടി നോക്കൂ സഹോദരന്മാര്. ഇതേ ഭർത്താവിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികളാണ് ഒരുപാട്. എങ്ങനെ സഹോദരന്മാർ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഇനി മൂന്നാമത് സംഭവിക്കാൻ പോകുന്നത്, മാതാപിതാക്കൾ നല്ല ദീനിയാണ്, മക്കൾ ഹിദായത്ത് നഷ്ടപ്പെട്ടവരുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു 21 വയസ്സായിട്ട് അവരവരുടെ കുടുംബത്തിലേക്ക് അവരുടെ ജീവിതം പോയി അവരെങ്ങനെ തിരിച്ചാൽ പിന്നെ നമ്മൾക്ക് പറയാം മതി മോനെ കേറി വരണ്ട. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാം, മകനെ മോനെ കാണണ്ട, എനിക്ക് മോൻ ദീനില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരണ്ട മോനെ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇന്നതല്ല, ചെറിയ കുട്ടികൾ കുട്ടിപ്രായത്തിൽ തന്നെ നമസ്കാരം ഒഴിവാക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു. നമ്മളാണ്, നമ്മുടെ കാശ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മളെ കാശ് കൊണ്ട് അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത്, ട്യൂഷൻ ഫീസ് അടിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. എന്നിട്ട് പോലും മക്കൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് അവരെ ചീത്ത പറയാൻ പറ്റുന്നില്ല. നമ്മൾ എൻ്റെ മോനല്ലേ, എൻ്റെ മോന് വൃത്തികെട്ട കൂട്ടുകെട്ട് ബന്ധം, നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരോട് ചാറ്റിനൊന്ന് കണ്ടുമ്പോൾ അത് പോട്ടെ, മക്കളല്ലേ നമ്മൾ. ചിന്തിക്കുക സഹോദരന്മാരെ, കല്യാണത്തിന് നമ്മുടെ മക്കളല്ലേ, നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഹറാമിയത്ത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പൊ നമ്മൾ തനി കപടന്മാരാ സഹോദരന്മാരെ. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയെ പറഞ്ഞു, ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. നമ്മളിത് കണ്ട് നമ്മൾ മിണ്ടാണ്ടായി. എന്തൊരു അപകടമാണ് അല്ലാഹുവേ. നിങ്ങൾ ചിന്തിച്ചോക്ക്, മുശ്രിക് ആയ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പക്ക് സ്വന്തം തൗഹീദ് ഉൾക്കൊണ്ട് ഒരു പ്രവാചകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റി. ഇവിടെ തൗഹീദ് ഉൾക്കൊണ്ട് തൗഹീദും സുന്നത്തും ഖുറാനും സുന്നത്തും ഒരു 100 വട്ടം ദിവസം പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ വ്യക്തികൾക്ക് പോലും സ്വന്തം മക്കൾക്ക്, നിസ്കരിക്കാത്ത മക്കൾ വീട്ടിലുണ്ടായിട്ട് അവര് ചീത്ത പറയാൻ പറ്റുന്നില്ല. അള്ളാഹിനെ ധിക്കരിക്കുന്ന മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ല. നല്ലോണം സഹോദരന്മാരെ, ഞാനും നിങ്ങളും എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള കാപട്യം അത് വലിയ അപകടമാണ്. അള്ളാഹു നമ്മൾ ഓരോരുത്തരും എല്ലാവിധ കാപട്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. എല്ലാവിധ കുഫറിൽ നിന്നും, എല്ലാവിധ കിബ്റിൽ നിന്നും, എല്ലാവിധ നിഫാഖിൽ നിന്നും അള്ളാഹുവേ നീ നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ഹിദായത്ത് ഉള്ളവർക്ക് ഹിദായത്ത് ഇല്ലാത്ത തൊട്ടടുത്ത ബന്ധുക്കൾ പറയുന്നത് വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവേ. നമ്മളെല്ലാവർക്കും നീ ഹിദായത്ത് ഇട്ട് തരണേ അല്ലാഹുവേ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ എല്ലാവർക്കും നീ ഹിദായത്ത് ഇട്ട് കൊടുക്ക റബ്ബേ. നീ മാത്രമാണ് ഹിദായത്ത് ഇട്ട് കൊടുക്കുന്നവൻ. നീ എല്ലാവർക്കും ഹിദായത്ത് ഇട്ട് കൊടുക്ക റബ്ബേ. നല്ല ഈമാനും ആഫിയത്തും എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, എനിക്കും എൻ്റെ കുടുംബത്തിന് മൊത്തം, കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് മൊത്തം അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് ഇട്ട് കൊടുക്കണേ. ഈമാനും ആഫിയത്തും ഇട്ട് കൊടുക്കണേ. നല്ല ഈമാനോട് തന്നെ മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. നാളെ പരലോകത്ത് നമ്മൾ എല്ലാവരെയും കുടുംബസമേത ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആമീൻ 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 യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.